ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കുകയുണ്ടായി. സെനറ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ താൻ അഭിപ്രായം വ്യക്തമാക്കിയതാണ്. ഗവർണർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്ന് കോഴിക്കോട് നടക്കുന്ന വിദ്യാർത്ഥികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയെക്കുറിച്ചും മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇന്നത്തെ പരിപാടിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരള സെനറ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മന്ത്രി പുതിയതായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ലിബീഷ്, ഇന്നല്ല നാളെയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കുന്നത്. നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് വിദ്യാർത്ഥികൾക്ക് മുൻപിലെത്തുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവർക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അതിനുള്ള സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ആദ്യമായി ഒരു വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായി എത്തുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. 2000-ലേറെ വിദ്യാർത്ഥികൾ സംബന്ധിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അല്പം മുൻപ് പറഞ്ഞത്. എന്തായാലും അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഗവർണർക്കെതിരായി ആർ ബിന്ദു ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചത്. അതിന് മറുപടിയായാണ് മന്ത്രി പറഞ്ഞത്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന കാര്യം കേരളത്തിലെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നു. ഒപ്പം തന്നെ നിലവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതേസമയം തന്നെ ഈ മേഖലയെ കലുഷിതമാക്കി മാറ്റാനുള്ള ഇടപെടൽ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നൊരു ഒളിയമ്പ് ഗവർണർക്കെതിരെ എയ്യുന്നു. ദേശീയ തലത്തിലെ പ്രതിലോമകരമായ ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യമുണ്ടെന്ന് പറയുന്നു. അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഉൽപ്പാദിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു. കൂടാതെ സെനറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സെനറ്റ് സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ ബോഡിയാണ്. ആ ബോഡിയാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമായും ഏറ്റവും അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അത് അമ്പുകൾ നേരെ നീളുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയാണെന്നത് വ്യക്തമാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്കെതിരായി കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മന്ത്രി അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ലിബീഷ്, റിയാസ്, നാളെ ഈ കോഴിക്കോട് നടക്കാനിരിക്കുന്ന പരിപാടി, അതായത് വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടി, അതിനെതിരെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിച്ചു. നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു മുഖാമുഖം എന്നാണ് ഇന്നലെ K മുരളീധരൻ തന്നെ ആരോപണം ഉന്നയിച്ചത്. ഏത് രീതിയിലാണ് ഈ പരിപാടിയുടെ ഒരു ഘടന? എന്തായാലും നാളെ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലെ 9:30 തുടങ്ങി ഉച്ചയ്ക്ക് 1:30 വരെ കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാവുന്ന രീതിയിലാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി വലിയൊരു പന്തൽ തന്നെ ഇപ്പോൾ അവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഉച്ചയോടുകൂടി ആ പന്തലിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ ഉച്ചയോടുകൂടി അത് ഏകദേശം ആ പന്തൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ 9:30 തുടങ്ങി ഉച്ചയ്ക്ക് 1:30 വരെ 2000-ഓളം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവർ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നു. മുഖ്യമന്ത്രി അവരുമായി സംവദിക്കുന്നു. അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് എല്ലാം മുഖ്യമന്ത്രി വ്യക്തമായ രീതിയിൽ മറുപടി നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പവും ചില കുട്ടികൾ വേദിയിലെത്തും എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും നാളെയാണ് ആ പരിപാടി. അത് എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുകയാണ്. മാത്രമല്ല ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഒരു അപൂർവമായൊരു പരിപാടി കൂടിയായി അത് മാറുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും അതിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് തന്നെ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടുമുണ്ട്. ലിബീഷ്.